IPL 2026 19ാമത്തെ സീസൺ ആരംഭിക്കാൻ പോവുകയാണ്. BCCIയിൽ നിന്നും കുറച്ചധികം പുതിയ റൂൾസും ചേഞ്ചസും ഒക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ബോൾ ചേഞ്ചിങ്ങിന് തന്നെയാണ് നമുക്ക് ഉന്നം വെക്കാനുള്ളത്, അല്ലെങ്കിൽ BCCI പുറത്തുവിടുന്നത്. ഒന്നാമത്തെ കാര്യം, ഫീൽഡിംഗ് ടീമിന്, അതായത് രണ്ടാമത്തെ ഫീൽഡ് ചെയ്യാൻ നിൽക്കുന്ന ടീമിന് ഡ്യൂ പ്രശ്നങ്ങളൊക്കെ കാരണമായിട്ട് ബോളുകൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരൊറ്റ തവണ ഫീൽഡിംഗ് ക്യാപ്റ്റന് പറയാം ബോൾ ചേഞ്ച് വേണമെന്ന്. അതും 10ാമത്തെ ഓവർ കഴിഞ്ഞിട്ട് മാത്രമേ ആ ഒരു അപേക്ഷ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ റൂള്. രണ്ടാമത്തെ റൂള്, പന്ത് കളിക്കിടയിൽ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ കിട്ടാതെ വരുന്ന രീതിയിൽ റിക്കവർ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അതേ ഷേപ്പിൽ അതേ വെയർ ആൻഡ് ടയർ ഉള്ള പന്ത് വേണം യൂസ് ചെയ്യാൻ. ന്യൂ ബോൾ യൂസ് ചെയ്യരുത് എന്നതാണ് അമ്പയർമാർക്ക് കൊടുത്തിരിക്കുന്ന വിലക്ക്. അമ്പയർമാർക്ക് ഏത് സമയം വേണമെങ്കിലും ബോൾ ചേഞ്ച് ചെയ്യാം. അത് ബാറ്റിംഗ് ടീമിനെയും ഫീൽഡിംഗ് ക്യാപ്റ്റനെയും അറിയിച്ചതിന് ശേഷം അമ്പയർമാർക്ക് ബോൾ ചേഞ്ച് ചെയ്യാം എന്നതും കൂടി ഒരു പ്രധാനപ്പെട്ട റൂളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ അഡ്വർടൈസ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഈ LED വാൾസ് ഉണ്ടാവുമല്ലോ, ഈ ബൗണ്ടറി ലൈനിന് ചുറ്റും ഈ LED വാൾസ് ഉണ്ടാവും. അതിനകത്തൊക്കെ ആഡ്സ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ആ LED ബോർഡിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കാൻ പ്ലെയേഴ്സിന് ഇനി കഴിയില്ല. നമുക്കൊരു വൈറൽ സാധനമൊക്കെ ഉണ്ട്, യുസ്വേന്ദ്ര ചഹൽ ഇങ്ങനെ ഒരു കിടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അതൊന്നും ഇനി നടക്കില്ല. ഈ LED ബോർഡിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കിടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല. അതിന് കൃത്യമായിട്ട് ഒരു സ്ഥലം കൊടുത്തേക്കും, അവിടെ വേണം പോയി ഇരിക്കാൻ എന്നത് കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ IPL കാണുന്ന ഈ ഓറഞ്ച് ക്യാപ്പ്, പേർപ്പിൾ ക്യാപ്പ്, അതായത് ഓറഞ്ച് ക്യാപ്പ് മോസ്റ്റ് റൺ ഗേറ്ററിനാണ്, പേർപ്പിൾ ക്യാപ്പ് മോസ്റ്റ് വിക്കറ്റ് ടേക്കിംഗ് പ്ലെയറിനാണ്. ഇത് മാൻഡേറ്ററി ആയിട്ട് ഗ്രൗണ്ടിൽ ഇട്ടിരിക്കണം എന്നതാണ് പ്ലെയേഴ്സിന് കൊടുത്തിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഇട്ടിരിക്കണം. അതായത് ഇതിന് അർഹരാരാണോ അവർ ആ മത്സരത്തിൽ ഇത് ഇടണം എന്നത് കൂടിയാണ് BCCI മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു നിയമം. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷന് സ്ലീവ്ലെസ് ടീഷർട്ട്സ് ഒന്നും ഇടാൻ പറ്റത്തില്ല. അത് വേറൊരു റൂളാണ്. നമ്മൾ സാധാരണയായിട്ട് എല്ലാ പ്ലെയേഴ്സിനെയും അങ്ങനെ ഒരു മത്സരം കഴിഞ്ഞ ഉടനെ ഒരു ഷവറൊക്കെ എടുത്തിട്ട് ടീഷർട്ട്സൊക്കെ മാറ്റിയിട്ട് അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സിലൊക്കെയാണ് അവർ വരാറുള്ളത്. അതിന് നടപടിയാവില്ല. സ്ലീവ്ലെസ് ടീഷർട്ട്സ് ഒന്നും ഇടാൻ പറ്റത്തില്ല. നിങ്ങൾ ജേഴ്സി തന്നെ അണിയണം. അതോടൊപ്പം തന്നെ ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് ഒന്നും ഇടാൻ പറ്റത്തില്ല. അതായത് ഷൂസൊക്കെ മാറ്റിയിട്ട് സ്ലിപ്പറൊക്കെ ഇട്ടുകൊണ്ട് പലരും വരാറുണ്ടായിരുന്നു ഇത് സ്വീകരിക്കാനായിട്ട്. അതിപ്പോൾ ഏത് ഇൻ്റർനാഷണൽ പ്ലെയർ ആയാലും ആ പരിപാടി നടക്കത്തില്ല. നിങ്ങൾ ഷൂസിൽ തന്നെ വരണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിയമവുമായിട്ട് BCCI മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ മത്സരം നടക്കുന്നതിൻ്റെ അന്ന് പ്രാക്ടീസ് ഒരു പ്രശ്നമാണ്. അതായത് ഫ്രഷ് നെറ്റ്സ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഈച്ച് ടീം ഫോർ ദെയർ അലോക്കേറ്റഡ് പ്രാക്ടീസ് സെഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഇൻ എനി ഇവൻറ്റ് ഓഫ് സൈമൾട്ടേനിയസ് പ്രാക്ടീസ് സെഷൻസ് ഓർ വെൻ വൺ ടീം പ്രാക്ടീസസ് ആഫ്റ്റർ ദി അതർ, ദ ഫസ്റ്റ് ടീം ഷാൾ നോട്ട് ബി പെർമിറ്റഡ് ടു യൂസ് ദി അതർ ടീംസ് നെറ്റ്സ്. അതായത് ഒരു ടീം ഉപയോഗിച്ച നെറ്റ്സ് വേറൊരു ടീമിന് ഉപയോഗിക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ പുതിയ റൂളായിട്ട് പറയുന്നത്. അതായത് ഇഫ് വൺ ടീം ഫിനിഷസ് പ്രാക്ടീസ് ഏർലി, ദി അതർ ടീം ഇസ് നോട്ട് പെർമിറ്റഡ് ടു യൂസ് ദെയർ റേഞ്ച് ഹിറ്റിംഗ് വിക്കറ്റ്. അതായത് അവർ യൂസ് ചെയ്ത വിക്കറ്റ് യൂസ് ചെയ്യാൻ അപ്പുറത്തെ ടീമിന് കഴിയില്ല എന്നതുകൂടി BCCI പ്രാക്ടീസ് സെഷൻ്റെ ഗൈഡ് ലൈൻസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BCCI ഹാസ് ബാർഡ് ടീംസ് ഫ്രം കണ്ടക്ടിങ് പ്രാക്ടീസ് സെഷൻസ് ഓൺ മാച്ച് ഡേയ്സ് ആസ് വെൽ ആസ് ഓപ്പൺ നെറ്റ്സ്. മാച്ചിൻ്റെ അന്ന് പ്രാക്ടീസ് സെഷൻ നടപടിയാവില്ല. നിങ്ങളുടെ മാച്ച് ഇന്ന് രാത്രി 7 മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യാൻ ആ ഗ്രൗണ്ട് വിട്ടുതരില്ല എന്നുള്ളതാണ് BCCIയുടെ നിയമം. അതൊരു വല്ലാത്ത നീക്കമാണ്. സാധാരണയായിട്ട് അങ്ങനെയൊന്നും കേട്ടുകേൾവിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അഡീഷണലി ടീംസ് ഓൾസോ കനോട്ട് കണ്ടക്ട് ഫിറ്റ്നസ് ടെസ്റ്റ് ഓൺ ദ മെയിൻ സ്ക്വയർ ഓഫ് ദ ഡേ ഓഫ് ദ മാച്ച്. അതുമാണ് BCCI മുന്നോട്ട് വെച്ചിരിക്കുന്ന മറ്റൊരു നിയമം എന്ന് പറയുന്നത്. BCCI ഒരു എക്സെപ്ഷൻ വരുത്തിയിരിക്കുന്നത് മുംബൈസ് വാങ്കഡെ സ്റ്റേഡിയം, വെയർ ദേ ഹാവ് അലോട്ടഡ് 2 പ്രാക്ടീസ് വിക്കറ്റ്സ് ഈച്ച് ഓൺ ഏതർ സൈഡ് ഓഫ് ദ മെയിൻ സ്ക്വയർ എന്നതും കൂടി എടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഈ പേർപ്പിൾ ക്യാപ്പ് ഓറഞ്ച് ക്യാപ്പുമായി ബന്ധപ്പെട്ടും ഈ LED അഡ്വർടൈസിംഗ് ബോർഡും ഒക്കെയായി ബന്ധപ്പെട്ട് കുറച്ചധികം പുതിയ നിയമങ്ങളാണ് ഈ BCCI ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് ഈ ബോൾ ടാമ്പറിങ് അല്ലെങ്കിൽ ബോൾ യൂസേജ്, ഇപ്പോൾ ഒരു പന്ത് കൃത്യമായിട്ട് സെറ്റായി നിൽക്കുന്നൊരു പന്തായിരിക്കും, അതെങ്ങാനും അടിച്ച് കളഞ്ഞു പോയി കഴിഞ്ഞാൽ ന്യൂ ബോൾ കൊണ്ടുവന്ന് ആ മത്സരത്തിൻ്റെ ദിശ തന്നെ മാറ്റുന്നത് നമ്മൾ എത്രയോ മത്സരത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ആ പന്തിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അമ്പയേഴ്സ് അതനുസരിച്ചുള്ള പന്ത് തന്നെ യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ നിയമം ഇത്തവണത്തെ IPL കൊണ്ടുവന്നിരിക്കുന്നത്. വിച്ച് ഇസ് എ റെസ്പെക്റ്റബിൾ ഡിസിഷൻ എന്നത് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ ബാക്കിയുള്ള ഡിസിഷൻ എല്ലാം BCCIയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവർ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. എന്തൊക്കെയാണ് ഈ നിയമങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ? അത് അനുകൂലമാണോ പ്രതികൂലമാണോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.